ഇതെൻ്റെ CV ആണ്. നീ ആരാണെന്ന് പറ. അണ്ണാ, എൻ്റെ പേര് ബ്ലേഡ് രാജേഷ്. പഠിച്ച് പാസ്സായി ജോലി വാങ്ങിക്കാൻ പറഞ്ഞ് എൻ്റെ അപ്പൂപ്പനെ കുത്തി കുടലുമാല എടുത്ത് അത് കഴുത്തിലും ചുറ്റിയിട്ട് അങ്ങനെയാണ് ഞാൻ ഈ ഫീൽഡിലേക്ക് ഇറങ്ങുന്നത്. നിങ്ങൾ എന്ത് ജോലി പറഞ്ഞാലും ഞാനത് ചെയ്തിരിക്കും. എന്നെ നിങ്ങൾക്ക് വിശ്വസിക്കാം. ഇതൊന്നും നീ ഇവിടെ പറഞ്ഞിട്ട് കാര്യമില്ല, തെളിവ് വേണം. CV-യിൽ അപ്പൂപ്പൻ്റെ കുടൽമാലയുടെ ഫോട്ടോയെങ്കിലും കാണണം. അണ്ണാ, ഫോട്ടോ അല്ലണ്ണ, അതിനകത്ത് ഇത്ര നീളമുള്ള പൊയില് കണക്കിലിരിക്കുന്ന ഒരു സാധനമുണ്ട്. അതിൻ്റെ അപ്പൂപ്പൻ്റെ വൻകുടലിൻ്റെ ഒരു ചെറിയ പീസാണ്. നിങ്ങൾക്ക് ടെസ്റ്റ് ചെയ്യാം. ഞങ്ങൾക്ക് നിന്നെ വിശ്വാസമായി. നിന്നെ ഞങ്ങളുടെ ഗ്രൂപ്പായ ഇഡിയൻസ് ഓഫ് രക്തസ്രാവിലേക്ക് നിയമിച്ചിരിക്കുന്നു. നമുക്ക് പൊളിക്കാണ്. മിസ്റ്റർ ബ്ലേഡ്, വെറും ഒരു പട്ടിക്കാട് രാജപാളയത്തിൽ നിന്ന് വന്ന നിനക്ക് എങ്ങനെ ഒരു ഗുണ്ടയാകാൻ ആഗ്രഹം തോന്നി? അണ്ണാ, ഏതൊരു മനുഷ്യൻ്റെ ജീവിതത്തിലും അയാൾക്കൊരു റോൾ മോഡൽ ഉണ്ടായിരിക്കും. എനിക്ക് മാത്രമല്ല, എൻ്റെ നാട്ടിലെ എല്ലാ ചെറുപ്പക്കാർക്കും ഒരേ ഒരു റോൾ മോഡലേ ഉള്ളൂ. ആരാണ് അയാൾ? ഗോഡ് ഓഫ് രാജപാളയം, ഞങ്ങളുടെ റോൾ മോഡൽ ചരസണ്ണൻ. പറയൂ, ഞങ്ങൾക്ക് അയാളെ കുറിച്ച് അറിയാം. ഓണം 2022. ചേട്ടാ, ഞങ്ങൾ ഈ പൂവെന്ന് പറഞ്ഞോട്ടെ. എടാ കൊച്ചനെ, ഇവിടെ പൂവൊന്നുമില്ല, ഇറങ്ങിപ്പോ. ചേട്ടാ, ഞങ്ങൾ ഈ ഏരിയയിൽ എല്ലാ വീട്ടിലും കയറുന്നുണ്ട്. നിങ്ങളവിടെ പോവാനല്ലേ പറഞ്ഞേ? അല്ലേട്ടാ, ഈ പൂവിടെ മാത്രമേ ഉള്ളൂ, അതുകൊണ്ടാ. കുറച്ച് ഇറങ്ങിപ്പോടാ. ചരസ്, അവന്റെ പേര് ടൈറ്റസ്. ഒരു പൂ പറിക്കാൻ ചെന്നേനാ അവൻ എന്റെ കാരണം അടിച്ചു പൊട്ടിച്ചത്. കൂടുതലാണ്. ടൈറ്റസിന് ഒറ്റ മോനാ, പേര് ബോണി. ബോണി എവിടെ പോയാലും ടൈറ്റസിന്റെ ഒരു കണ്ണ് അവന്റെ കൂടെ എപ്പോഴും കാണും. അത് വിട്. ഈ ഓണമായിട്ട് അടിക്കാൻ വെച്ചിരുന്ന ജവാന്റെ 2 ഇച്ചിരി ഒരു പൂ പറിച്ചാണോ നിന്നെ തല്ലിയവൻ? നീയോട് വിശ്വസിക്കാൻ പറ്റുന്നില്ല കേട്ടോ. അച്ഛനും മോനും സിംഹത്തിന്റെ അനിയനെ പട്ടിയെ പോലെ തല്ലു വാങ്ങിച്ചതുകൊണ്ട് അവന്റെ മോനെ അവന്റെ മുമ്പിലിട്ട് പട്ടിയെ പോലെ തല്ലണം. നാളെ തിരുവോണം, മറ്റന്നാൾ ചതയം, അപ്പൊ വിഷു. പിന്നെ ഇവിടെ നിന്ന് വരുന്നടേ ഞാൻ അല്ലാണ്ട് കിഴക്കല ശശിന്റെ വീട്ടിലെ മോനാണ്, മൂത്ത മോനെ. കുഴപ്പമൊന്നുമില്ല. ഇറ്റ്സ് ഓൾ റൈറ്റ്. ഞാൻ പോവാ. നിക്കടാ, നമുക്ക് ലോ റേഞ്ച് പിടിക്കാം. ഇവിടെ നിങ്ങളും പോകണം. ഇവിടെ നിക്കടാ. ആൾക്കാട് നീ എവിടെയാണ്? എടാ ചരസേ, നമ്മുടെ കുടുംബശ്രീയുടെ ഓണപ്പുര ഉണ്ടായിരുന്നോ, അവിടെ മാവിലായിട്ട് ഒരുങ്ങാൻ നമ്മുടെ ശ്യാമളേച്ചി വിളിച്ചു. നിൽക്കാറുണ്ട്. എന്നും ഇടിയും വെട്ടുകാട്ടും ഒക്കെ നിന്നാ മതിയോ? അതുകൊണ്ട് ഞാൻ മാവിലായിട്ട് ഒരുങ്ങാൻ വിചാരിച്ചു. നീ ജവാൻ എടുത്തായിരുന്നോ? അത് പിന്നെ എടുക്കാതിരിക്കോ? എടാ, ഇന്ന് രാവിലെ തന്നെ ഞാൻ രാവിലെ പോയി ക്യൂ നിന്ന് ജവാൻ എടുത്താണ്. അത് എടുക്കാൻ വേണ്ടി സെറ്റ് ആയിരുന്നപ്പോൾ നമ്മുടെ വികാസ് ടീം കയറി വന്ന എന്തുവാ അവനെ മറ്റേ ടൈറ്റസ് തല്ലിയെന്ന്. എനിക്കങ്ങോട്ട് ദേഷ്യം വന്നില്ല. ഞാൻ ആ ടൈറ്റസിന്റെ അമ്മ ബോണിയില്ലേ, അവനെ കയറി തല്ലാൻ പോകും. നീ വരുന്നുണ്ടോ? എന്നാ ഞാനും വരാം. ഞാൻ അവനെ നോക്കി വെച്ചേക്കായിരുന്നു രണ്ടെണ്ണം കൊടുക്കാനായിട്ട്. എന്നാ വേഗം ഇപ്പൊ തന്നെ ആ പുല്ല് നമ്മൾ തല്ലിയിരിക്കും. അച്ഛൻ
എന്ത് പണി മൾക്കാടെ? കഴിഞ്ഞ ക്രിസ്മസിന് ജവാന്റെ കൂടെ തന്നെ കാനെ ഗ്രില്ലടിക്കണമെന്ന് പറഞ്ഞപ്പോ കൊടുങ്കാട്ടിൽ ഒറ്റയ്ക്കൊരു കോടാലിയായിട്ട് ഒറ്റയാന്റെ മുമ്പിൽ ഒറ്റയ്ക്ക് നിന്ന ചരിത്രം നീ മറന്നോ? നീ പോ. ഓണത്തിനടിക്കാൻ പറ്റിയ ജവാൻ അവിടെ അച്ചാറ് നോക്കിയിരിപ്പുണ്ട്. നീ പോയി 290 അടിച്ചിരിക്കും. അപ്പോഴേക്കും ചരസങ്ങെത്തും. നിന്നെ ഒറ്റയ്ക്ക് ഇവിടെ നീ പോടാ. ചെറുക്കനെ പിടിച്ചു മാറ്റിട്ട് അടിക്കണ. ചരസിന് പിന്നെ അവിടെ എന്ത് പറ്റി? തീർത്ത് കളഞ്ഞോ ചരസിനെ അവർ? ചരസ് അന്ന് വരെ ആർക്കും അറിയാത്ത, എന്നാൽ അറിയാൻ ആഗ്രഹിക്കുന്നൊരു കാര്യമുണ്ട്. എന്തിനാണ് അയാളെ എല്ലാവരും ചരസ് എന്ന് വിളിക്കുന്നത്? അയാളുടെ വിളിപ്പേരിൽ മങ്ങിയടരുന്ന നിഴലിന് പോലും അറിയില്ല അയാളുടെ യഥാർത്ഥ പേര്. അത് കഴിഞ്ഞ് അവിടെ എന്താണ് ഉണ്ടായത്? നീ എന്തിനാ എന്നെ തല്ലുന്നേ? എല്ലാം എനിക്ക് അറിയാൻ വേണ്ടി ചോദിക്കുവാ. നീ എന്തിനാ എന്റെ മോനെ തല്ലിയേ? എന്റെ മോനെ തല്ലിയതുകൊണ്ടാണ് ഞാൻ നിന്നെ തല്ലിയത്. നീ എന്തിനാണ് എന്റെ അനിയൻ വികാസിനെ തല്ലിയത്? ആ അതാണ് കാര്യം. എടാ അവനെ ഞാനല്ല, നാട്ടുകാരെ മൊത്തം തല്ലി. അതാ അവന്റെയൊക്കെ കയ്യിലിരിപ്പ്. അവൻ ആ പട്ടാളക്കാരൻ ബാലന്റെ വീട്ടിൽ പോയി പെണ്ണുമ്പളെ വിളിക്കുന്ന സീൻ പാത്തിരുന്ന് കണ്ടു. അതിനാ നാട്ടുകാരെ വിളിച്ചടിച്ചേ. ഞാനല്ല അടിച്ചേ. ഓണം വന്നല്ലോ, കുപ്പിയെടുത്തല്ലോ, സിറ്റി അടിച്ചല്ലോ, നമ്മൾ കുത്തിമറിഞ്ഞല്ലോ. നാട്ടുകാരെ അത് മേടിച്ചു വെച്ചിട്ടുണ്ട് ഇവിടെ, 100 രൂപ കൊടുക്കാൻ. എന്താ കള്ളടിയ ജവാനാണുള്ള +2 പാസ്സായി. 2 പേപ്പർ കുഴപ്പമില്ലേ? പോ വേഗം പോടാ. +2 പാസ്സാകത്തില്ല അണക്ക്. എന്റെ ഭാവിയിൽ ഓടാ കിടക്കാനൊക്കെ. അവൻ ഇന്ന് നമ്മളെ ഓടിച്ചു. നമ്മൾ നോക്കിക്കോ, ഓണത്തിന് അവനെടുക്കുന്ന സാധനം നമ്മളടിക്കും, നമ്മളെ അടിക്കും. നീ എവിടെയാ? അവിടെയാണോ? ആ പിന്നെ മറ്റന്നാൾ ഓണം വരുവാണ്. ഞാൻ രാവിലെ ജവാൻ എടുത്തു വെക്കാം. നീ രാവിലെ തന്നെ പോന്നേക്കണം കേട്ടോ. ഓക്കെ, അപ്പോൾ എല്ലാം നമ്മൾ പറഞ്ഞ പോലെ. സീരിയലെന്തി? അവൻ ആയത്ത് അടിക്കുക തന്നെ കൂടുന്ന ശബ്ദം ഞാൻ കേട്ടായിരുന്നു. ആണുങ്ങളാകുമ്പം ഒളിഞ്ഞു നോക്കും, തല്ലും കൊള്ളും. പക്ഷെ ഒരു കട ഉണ്ടല്ലോ, ചരസ് കുപ്പി എടുത്തിട്ടുണ്ട്, അതും ജവാൻ. അത് നമ്മളെ അടിക്കത്തുള്ളൂ, പൊളിക്കും. കൊടുങ്കാറ്റിൽ
എന്റെ അനിയനെ തല്ലിയത് കൊണ്ടാണ് ഞാൻ നിന്നെ തല്ലിയത്. പക്ഷെ നീ എന്നെ ഒതുക്കാൻ നോക്കിയില്ലേ? ഇതല്ല, ഒന്നല്ല, രണ്ടായിട്ട് എന്റെ അനിയൻ ജവാൻ അടിക്കൂടാ. അയ്യോ, எல்லா தங்கத்தையும் உனக்கே தரமா? നിങ്ങളുടെ റോൾ മോഡൽ തോറ്റുപോയല്ലേ? തോറ്റുപോയി. ഇപ്പോൾ നിങ്ങളുടെ റോൾ മോഡൽ എന്ത് ചെയ്യുന്നു? Well, he gave up. ബോണിയുടെ 2 കുത്ത് കിട്ടിയപ്പോൾ അണ്ണൻ്റെ ശ്വാസം തന്നെ നനച്ചുപോയി. എന്നിട്ട് വണ്ടിയുടെ റെഗുലേറ്റർ ചൂടായാൽ വെള്ളമൊഴിച്ച് തണുപ്പിക്കണം. മഴ പെയ്ത് വെള്ളം പൊങ്ങിയാൽ ഡാമുകൾ തുറന്നു വിടണം. കരണ്ട് പോയാൽ അവിടെയും ഇവിടെയും തട്ടി വീഴാതെ മെഴുകുതിരി കത്തിക്കണം. ഞങ്ങളുടെ അണ്ണൻ്റെ കണ്ണടഞ്ഞാൽ അത് തുറക്കാൻ അവനിങ്ങ് വരണം. സംഭവമൊക്കെ ശരിയാ, ചരസ് വീരനാ. പക്ഷേ ടൈറ്റസ് ചരസിനെ പണിഞ്ഞില്ലെങ്കിൽ പ്രാന്തം കുരീച്ചനാണേ അവനെ ഞങ്ങൾ പണി. ഞങ്ങൾക്കും ജീവിക്കണ്ടേ ബ്ലേഡേ? അപ്പൊ കുറയ്ക്കേണ്ടവരുടെ എണ്ണം കൂടും. മൾക്കാടെ മാർട്ടിനോട് പറഞ്ഞേരെ പണി ചരസ് ചെയ്തിട്ടുണ്ടോ. നീ പോയൊരു ജവാൻ എടുത്തിട്ട് വാടാ, ഞാനിപ്പം അങ്ങെത്തും.